ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഹാളൻ്റൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ കറക്കിയിട്ടില്ല ഗൈസ്, എന്തായാലും ഞാൻ കോയിൻ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പൈസ ആയിട്ട് ഏത് പാക്കാണോ എടുത്തതും ജസ്റ്റ് ഒന്ന് വീഡിയോ കമൻറ്റ് ചെയ്യുക. അർജന്റീനയോ ഫ്രാൻസോ ബ്രസീലോ അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, എത്ര കോയിൻ നിന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന എന്താ പറയുക, പുതിയ ഈ ഫുട്ബോളിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ പുതിയ പ്ലേയേഴ്സ് ഏതാ വരേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗൈസ്, അപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് എന്തായാലും വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഓപ്പോണന്റിനെ കാണാം. ഇന്നൊരു ഇതുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നല്ലൊരു 4-1-2-3 ക്വിക്ക് കൗണ്ടറാണ് എന്തായാലും നമ്മുടെ ഓപ്പോണന്റ് ഇട്ടിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാപ്റ്റൻ മെസ്സി തന്നെയാണ്. നമ്മുടെ 1500 പാക്കാണെന്ന് എനിക്ക് തോന്നുന്നു. യമാലിനെ ഇറക്കുന്നുണ്ട്. എന്തായാലും നോക്കാം ഗൈസ്. സെക്കൻഡ് റോബർട്ടോ കാർലോസ് ഒക്കെ ഉണ്ട്, കിടലിനാണ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ യമാലിനെ അൽവാരസിനെ ഇറക്കാമെന്ന് വെച്ചു. അതിനുശേഷം നമുക്ക് മെസ്സിനെ ഇറക്കാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഇതിൽ തന്നെ ചെക്കൻ ബ്ലൂവിലാണ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഡിവിഷൻ മാച്ചിൽ എനിക്ക് തോന്നുന്നു കുറേ ആയി ഇന്ത്യയൊക്കെ വന്നിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ മാച്ചിലേക്ക് കിടക്കാം. എന്തായാലും ചെക്കൻ റെഡിയാണ് ഒപ്പോണ്ട്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഹാളിനെ കിട്ടിയിട്ട് ഫസ്റ്റ് ട്രൈയിലോ സെക്കൻഡ് ട്രൈയിലോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എങ്ങനെയായിട്ടും കമൻറ്റ് ചെയ്യട്ടെ. കുറേ പേര് പറഞ്ഞിട്ട് നല്ല പ്ലെയർ റേറ്റിംഗ് സ്പീഡും എല്ലാം ഉള്ള ആളെന്നെ. ക്രിസ്റ്റോവാൽപിന ബാർസലോണ, സൈറ്റ്സർ ഇന്ത്യ. ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഡിവിഷൻ മാച്ചിൽ ഇന്ത്യയായിട്ട് മാച്ചുകൾ കുറവായിരുന്നു. എന്തായാലും കിടലായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് ടച്ച് ഇന്ത്യേൻ്റെയാണ്. നമ്മുടെ ഇന്ത്യൻ്റെ ഹോജുണ്ട്, കേസ്ബ്രോ, ഡിലൈറ്റുള്ള മാച്ചുകളൊക്കെ. റോബർട്ടോ കാർലോസ്, ഒടേകാട് കിമിച്ച്. എന്തുവാടെ കാണിക്കുന്നത്? ഇതെന്ത് സംഭവം ഗൈസ്? ഇതെന്താ റേഞ്ച് ഇഷ്യൂ വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട് ഗൈസ്. ബ്രോ ഗൈസ്, യമാൽ ഉടകാട് മെസ്സി. ഇത് മെസ്സി ഗൈസ്. മറ്റേ 1500 മെസ്സിയാണെന്ന് എനിക്ക് തോന്നുന്നത്. 1500 രൂപ കൊടുത്തിട്ട് നമ്മൾ മേടിച്ചെടുക്കൂലേ, ആ മെസ്സിയാൻ തോന്നുന്നു ഗൈസ്. ഇസാക്ക, ഡിയോകോസ്റ്റ അങ്ങനെ കൂടിയായിട്ട് വന്നിട്ടില്ലല്ലോ. എൻ്റെ മോനെ, ഇത് എവിടെ നിന്നൊക്കെ അടി വരുന്നത്? വാൽവെർഡെ, റോബർട്ടോ കാർലോസ്. എൻ്റെ മുന്നിൽ കോഴ്സിനുള്ള പരിപാടിയാണ്. ഗൈസ്, നമ്മൾ വിചാരിച്ച പോലെയല്ല. എന്തായാലും യമാൽ വേഴ്സസ് യമാലാണ്. ചെക്കനെ യമാലിനാണ് ഇറക്കിയിട്ടേക്കുന്നത്. ഗൈസ്, അപ്പോൾ 16 മിനിറ്റ് ആയി. നമുക്ക് എന്തായാലും നോക്കാം. എംബാപ്പെ എന്നോടെ ഗോളി. ആരെ തടിച്ച് അവിടുന്ന് പവർഫുൾ ഷോട്ടാണോ? ഇത് ഗൈസ്, എന്തുവാടെ? നെയ്മർ, മണികളെ. മോനെ, ഇപ്പൊ പണി കിട്ടിയാനെ. കിട്ടിയില്ലേ? ഞാൻ വിചാരിച്ചത് ഒരു എന്തുവാടെ എല്ലാരും. ഇതെന്തോ ഗൈസ്, ഇന്നത്തെ മാച്ച് ഫുള്ളി ഇവന്മാർ ഷോട്ട് അടിക്കാണ് അങ്ങോട്ടൊന്നും. എൻ്റെ മോനെ കേസ്ബ്രോ. മെസ്സി, ഗൈസ്. അപ്പോൾ എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട്.
അപ്പോൾ ഷോട്ട് നോക്കുകയാണെങ്കിൽ നമ്പർ ഓപ്പോണ്ട് ഇന്ത്യ 3 ഷോട്ട് അടിച്ചു, നമ്മൾ ഒരെണ്ണം പോലെ അങ്ങോട്ട് അടിച്ചിട്ടില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബെല്ലിംഗത്തിനെ ഇറക്കിയിട്ട് കുറച്ചായിട്ടോ, ബെല്ലിംഗത്തിനെ ഇറക്കാം. അതുപോലെ തന്നെ കക്കറിലേനെ ഇറക്കാം, ന്യൂ കക്കറിലാട്ടോ സ്പെയിന്. അതുപോലെ തന്നെ ഗൈസ് എനിക്ക് തോന്നുന്നു നമ്മുടെ മെസ്സിനെ ഇറക്കാൻ മെസ്സിനെ ഇറക്കാം. വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്ത്യ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് സ്കോഡ്. ഞാൻ വിചാരിച്ചു റോബർട്ടോ കാർലോസിൻ്റെ ക്രോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി പണി പാളുമെന്ന്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മുടെ ഒപ്പോണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും. എന്താ ഇത് ഹാഫ് ടൈമിന് ശേഷം എന്ത് സംഭവിക്കുന്ന അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ടച്ച് നമ്മുടെയാണ്. മെസ്സിൻ്റെ അടുത്ത് തന്നെ ഗോൾ പറഞ്ഞേ ബെല്ലിംഗം. എടാ അത് വേണ്ടായിരുന്നു ഗൈസ്. എന്തോ ഒരു ഇതെന്ത് റേഞ്ച് ഇഷ്യൂ ഒക്കെ ഉണ്ട്. ഇതെന്താ ഇങ്ങനെയൊക്കെ? ഗൈസ് ഇതെന്താ റേഞ്ച് ഇഷ്യൂ പോലെ? എൻ്റെ മോനെ എടാ എന്തുവാടാ ഇത്? എടാ ഇമ്മിച്ചുള്ളതുകൊണ്ട് അവിടെ ഗോള് കയറി. എടാ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് യമാൽ. എംബപ്പേ എടാ റുഡ്രിഗർ, എടേ വാ ജെറാഡ്. ഓക്കെ എൻ്റെ മോനെ യമാൽ. എടാ ഗൈസ് എൻ്റെ മോൻ റോബോട്ടൊക്കെ എടേ എൻ്റെ മോനെ ഗൈസ് ഇപ്രാവശ്യം നമ്മൾ രക്ഷകനായിട്ട് യമാല് വന്നു. എടാ ഞാൻ വിചാരിച്ചില്ല അവിടെ. എന്തായാലും നമുക്ക് മെസ്സി അസിസ്റ്റ് ചെയ്ത് മെസ്സിനെ ഇറക്കി നന്നായിട്ടുണ്ട്. 84 മിനിറ്റിൽ നമ്മൾ അങ്ങനെ ഗോൾ അടിച്ചു ഗൈസ്. യെസ് ഇറ്റ്സ് യമാൽ ഗോൾ ഗൈസ്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇന്ത്യക്കെതിരെ കളിച്ചല്ലോ എന്ന് വെച്ചിട്ട് ചെറിയത്. എന്നാലും കുഴപ്പമില്ല, മാച്ച് അല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ സബിലൊക്കെ എടുക്കാം. എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് ബ്രൂണോനെ ഇറക്കാം. അതുപോലെ തന്നെ കുറേ ദിവസമായി നമ്മൾ റാഷ്ഫോർഡല്ല സാല ഹാളൻഡ് റോസിനെയൊക്കെ ഇറക്കിയിട്ട് കുറേ ദിവസമായി. വേറെ ആരും അറ്റാക്കിംഗ് ഒന്നും ഇല്ല. എന്തായാലും നമുക്ക് മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നല്ലൊരു ഗോളായിരുന്നു യമാലിൻ്റെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്താ പറയുക പ്രതീക്ഷിച്ച പോലെ തന്നെ യമാൻ അടിച്ചു. അതുകൊണ്ട് നമുക്ക് മാച്ച് ഏകദേശം സെറ്റായി. എന്നാലും ഭാഗ്യമുണ്ട് കേട്ടോ, കാരണം ഫസ്റ്റ് ഹാഫ് അവന്മാരുടെ ആയിരുന്നു, സെക്കൻഡ് ഹാഫ് നമ്മുടെ. ഓക്കെ റൊമിനിയും കേസ്മിറോ. എടാ നമ്മൾ കൊണ്ടായി ഇത് കളയരുത്. ഗോളി എടുത്തിട്ടുണ്ട്. എടാ റൊമിനിയും എന്നിട്ട് ഇപ്പം അടിച്ച് ശരിയാക്കിയാൽ എല്ലാത്തിനും ഗോൾ. അതെന്താ സംഭവിച്ചേ ഗൈസ്? അപ്പോൾ എന്തായാലും മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഗോളിൽ എന്തായാലും മാച്ച് ജയിച്ചു. യമാൻ എന്നത് മാൻ ഓഫ് ദ മാച്ച്, പ്ലെയർ ഓഫ് ദ മാച്ച്.
അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ റോബർട്ടോ കാർലോസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കിട്ടുന്നൊരു മാച്ചായിരുന്നു. അപ്പോൾ എന്തായാലും മാച്ച് അങ്ങനെ ജയിച്ചിട്ടുണ്ട്. ഷോട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യ 4 ഷോട്ട് ഓൺ ടാർഗറ്റ് 2, നമ്മൾ 2 ഷോട്ട് ഓൺ ടാർഗറ്റ് 1, ഫൗളൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ, ബൈ.